എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഇരന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷത്തെ നമ്മൾ കാണാൻ പോകുന്ന കിരണിനെ ഇല്ലാതാക്കാനായിട്ട് പ്രകാശനും രാഹുലും ഒക്കെ ചേർന്ന് ചില പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിരണിനെ ഇല്ലാതാക്കാൻ വരുന്ന മൂന്നാർ മുരുകനെ കയ്യിലെടുത്ത് അങ്ങനെ അവസാനം പ്രകാശനിട്ടും രാഹുലിനും ഒക്കെ എട്ടിന്റെ പണി കൊടുക്കുന്നുണ്ട് കിരണ്. അതിന്റെ കുറച്ച് വിശേഷങ്ങളും മനോഹറിന് കിട്ടുന്ന നല്ല മുട്ടം പണിയുമാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആകെപ്പാടെ വിഷമത്തിലാണ് ശാരി. എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. തന്റെ മോളുടെ ജീവൻ അപകടത്തിലാണ്. അവളെ എങ്ങനെയും രക്ഷിക്കണം. പക്ഷെ എങ്ങനെ രക്ഷിക്കാനാ? അവനെപ്പോലൊരു ദുഷ്ടൻ മനോഹറിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചില്ലെങ്കിൽ അവൾ ഉടനെ തന്നെ ആത്മഹത്യ ചെയ്യും. അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ദുരന്തം സംഭവിക്കും. ഇനി താനും രാഹുല് അയാളും കൂടെ എന്തൊക്കെ പറഞ്ഞാലും ഇനിയിപ്പോ അവള് വിശ്വസിക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല. അത്രമാത്രം ആഴത്തില് ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടനെ അവള് സ്നേഹിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും ഇവനെ ഇല്ലാതാക്കണം, ഈ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചു വരണം എന്നൊക്കെ ശാരി കരുതി ചില തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ്. ഈ സമയം വല്ലാത്ത സങ്കടത്തിലായിപ്പോയി കാർത്തികയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഒരുപക്ഷെ ഗംഗാപ്രസാദ് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്റെ അമ്മയ്ക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ അമ്മയുടെ ജീവനും കൂടെ അപകടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് അമ്മേനെ കാണണം എന്ന് കരുതിയിട്ട് ലക്ഷ്മിയമ്മേനെ കാണാനായിട്ട് ചെല്ലുവാണ്. ലക്ഷ്മിയമ്മേനെ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, അതെ എത്രയും പെട്ടെന്ന് തന്നെ അമ്മേ ഇവിടുന്ന് പോണെന്ന് പറയണേ. എങ്ങോട്ട് പോകുന്ന കാര്യം മോളെ പറഞ്ഞെന്ന് ചോദിക്കാം. അമ്മേ ഇവിടെ സേഫാന്ന് എനിക്ക് തോന്നുന്നില്ല. അവനുണ്ടല്ലോ ആ ഗംഗാപ്രസാദ്, അവൻ ജയിലിൽ ചാടിയിട്ടുണ്ടെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ലക്ഷ്മി അമ്മയിലൊരു ഞെട്ടല്. എന്തൊക്കെയാ മോളെ നീ പറയണെന്ന് ചോദിക്കുക. അതെ അവൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, ഇങ്ങോട്ടേക്ക് വരും, ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മള് ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലോ മോളെ ഞാൻ നോക്കിയിട്ട് ഏറ്റവും സേഫ് ഇവിടെയാണ്. കാരണം എന്തിനാ പേടിക്കണേ? ഇവിടെ കിരണും കല്യാണി എല്ലാരും ഇല്ലേ. പിന്നെ അത് ഓർത്ത് മോള് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. എന്നാലും അമ്മേ എനിക്ക് നല്ല ടെൻഷനുണ്ട്. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. ഒരു കാര്യം ചെയ്യാം, നമുക്കിനി ഒരുമിച്ച് താമസിച്ചാൽ മതി. ഇനി അമ്മ വേറെ പോയി താമസിക്കണ്ട, അവിടെ റൂമിലൊന്നും കഴിയണ്ട. എപ്പോഴേത് സമയം അവന്റെ കടന്നു വരുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം. ഇങ്ങനെ പേടിച്ചാലോ മോളെ? മോള് ധൈര്യമായിട്ടിരിക്കുക. ഞാൻ വേണേ കിരണ്ണയും കല്യാണിനെയൊക്കെ ഒന്ന് കാണാന്ന് പറയണേ. വേണ്ട, അത് വേണ്ടമ്മേ, ഞാൻ അവരെ കണ്ട് സംസാരിച്ചിട്ടാ വരുന്നേന്ന് പറയണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ള, അമ്മ തനിച്ചൊന്നും പുറത്തു പോലും ഇറങ്ങരുത്. കാരണം അത്രയ്ക്ക് ദുഷ്ടനാ. കൊന്നിട്ടാ അറിയാലോ, അവൻ നമ്മുടെ സ്വത്ത് കൈക്കലാക്കാണ്ട് ശ്രമിക്കും. അച്ഛനുണ്ടായിരുന്ന സമയത്തും അവൻ അതിനല്ലേ ശ്രമിച്ചെന്നൊക്കെ ചോദിക്കുകയാണ്. ലക്ഷ്മിയമ്മയ്ക്കുള്ളിൽ ഭയമുണ്ട്. അത് പക്ഷെ തന്റെ ജീവനെ കുറിച്ച് ഓർത്തിട്ടല്ല, അവളുടെ ജീവൻ, കാർത്തികയുടെ ജീവൻ, അതിനെ കരുതിയിട്ടായിരുന്നു. ആ സമയം കിരൺ വീട്ടിലേക്ക് ചെല്ലുവാണ്. കിരൺ വീട്ടിലേക്ക് എത്തിയപ്പോഴത്തേന് ചന്ദ്രസേന ഇറങ്ങിയിട്ട് വന്നിട്ട് ചോദിച്ചു, ആഹാ ഇതെന്താ ഒറ്റയ്ക്ക് ഉള്ളോന്ന് ചോദിക്കണം. അതെ കല്യാണിക്ക് കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾക്ക് വരാൻ സാധിച്ചില്ല എന്ന് പറയണം. അല്ല എന്താടാ മോനെ വിശേഷിച്ച് എന്തോ കാര്യമുണ്ടെന്ന് തോന്നല്ലോ. ഒരു കാര്യമില്ലാതെ വെറുതെ ഈ അച്ഛനെ കാണാനായിട്ട് നീ വരത്തില്ലോ എന്ന് പറയണം. അത് പിന്നെ ഒരു പ്രശ്നമുണ്ട് അച്ഛാന്ന് പറയണം. എന്ത് പ്രശ്നമുള്ളേ? കാർത്തികയുടെ ഒരു ആങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ആങ്ങളൊന്നും പറയാൻ പറ്റില്ല. അവളുടെ രണ്ടാനച്ഛന്റെ ആദ്യ ഭാര്യയിലുണ്ടാകുന്ന മോനം, അയാൾ ജയിലിൽ ചാടിയിട്ടുണ്ടെന്ന്. അയാളൊരു പക്ക ക്രിമിനലാന്നാ പറഞ്ഞെന്ന് പറയണം. അനേകം കേസുകളിലൊക്കെ പ്രതിയാന്ന് പറയണം. ഇത് കേട്ട ചന്ദ്രസേനൻ പറഞ്ഞു, അതാണ് കാര്യം. അത്ര വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ലെന്ന് പറയണം. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ലാന്ന് തോന്നേ. ഞാൻ പിന്നെ കാർത്തികയുടെ അതിനെക്കുറിച്ച് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അവൻ പക്ക ക്രിമിനലാണ്, എന്ത് ചെയ്യാൻ മടിയില്ലാത്തവനാന്ന് പറയണം. ചന്ദ്രസേനൻ പറഞ്ഞു, നമ്മുടെ അടുത്തേക്ക് വരട്ടാ മോനെ, നമ്മുടെ അടുത്ത് അവന്റെ വിരട്ടലും കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് പറയണം. അല്ല നമ്മള് ഈ പറയുന്ന കാർത്തികയ്ക്ക് ലക്ഷ്മിയമ്മയ്ക്ക് പ്രൊട്ടക്ഷൻ എടുക്കണ്ടെന്ന് ചോദിക്കാം. അതാണോ കാര്യം? ഒരു കാര്യം ചെയ്യേ, കുറച്ച് ദിവസം ഇനിയിപ്പം അവരെ വീട്ടിൽ കൊണ്ട് താമസിപ്പിക്കാന്ന് പറയണം. അല്ലെങ്കിൽ അവർ ഇവിടെ വന്ന് കഴിഞ്ഞോട്ടെ എന്ന് പറയാം. ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞതാ, കാർത്തികയോടാണെങ്കിലും പറഞ്ഞ, പക്ഷെ കാർത്തികയ്ക്ക് വരാനായിട്ട് സമ്മതമല്ലെന്ന് പറയണം. അല്ല അവൻ വന്നിട്ടില്ലല്ലോ, അവനെങ്ങാനും ഇവിടെ കാലെടുത്ത് കുത്തിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡ് ഞാൻ അറിയും. കുഴപ്പമില്ല മോനെ, ഞാൻ എന്റെ ആൾക്കാരോടൊക്കെ പറഞ്ഞോളാം. ആ കാര്യത്തിൽ നിനക്കൊരു പേടിയും വേണ്ടെന്ന് പറയണം. നീ ധൈര്യമായിട്ടിരിക്കാൻ പറയണം. അങ്ങനെ കിരണിനോട് കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് ചന്ദ്രസേന അങ്ങോട്ട് കയറിപ്പോകുന്നത്. പിന്നീട് കിരൺ വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി കിരണിന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. തിരക്കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല, അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിന്റെ കാർത്തിയോടെ എന്ന് പറയണം, അധികം പുറത്തിറങ്ങി നടന്ന് കറക്കൊന്നും വേണ്ടാന്ന്. നമ്മൾക്ക് അയാളെ അറിയത്തില്ല. ഒരു പക്ഷേങ്കിൽ അയാൾ ഏത് സമയത്ത് പ്രത്യക്ഷപ്പെടുന്നത് പറയാനും പറ്റില്ല എന്ന് പറയാണ്. അയാൾക്ക് എന്താണെങ്കിലും സൂചന കിട്ടിയിട്ടുണ്ടായിരിക്കും ഇവിടെയാണ് ഇപ്പൊ താമസിക്കുന്നതെന്നുള്ള. അങ്ങനെയാണെങ്കിൽ അയാൾ വെറുതെ ഒന്നും ഇരിക്കത്തില്ല എന്ന് പറയണം. ഈ സമയം മനോഹർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു.
കാരണം വന്നു ചേർന്നിരിക്കുന്ന ഒരു ചെറിയ കാര്യമല്ല. തനിക്ക് കിട്ടാൻ പോകുന്നത് വന്ദനേനെയാണ് കിട്ടാൻ പോകുന്നത്. അവൾക്ക് കോടികളുടെ ആസ്തിയുണ്ട്. പിന്നീട് വന്ദനയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. ആ സമയം വരുണാണ് മെസ്സേജൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ അറിയത്തില്ലല്ലോ വന്ദനയെന്ന് പറഞ്ഞാൽ അത് പെണ്ണല്ല ആണാന്നുള്ള കാര്യം, വരുണാന്നുള്ള കാര്യം. പിന്നീട് പറഞ്ഞു, അതെ എനിക്ക് വീട്ടിലേക്ക് വരണമെന്നുണ്ട്, വന്ന് ഞാൻ കാണട്ടെ, പെണ്ണ് കാണാൻ വരട്ടെ എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വന്ദന തിരിച്ചു മെസ്സേജ് അയച്ചു. ശരി പോരെ, ഇപ്പോഴാണെങ്കിൽ എൻ്റെ അച്ഛൻ വന്നിട്ടുണ്ട്, കുവൈറ്റിൽ നിന്ന് വന്നിട്ടുണ്ട്, ലീവിന് വന്നിരിക്കുന്ന. ഞാൻ ജീവേട്ടനെ കുറിച്ച് വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് പോരെ, ഒരു പെണ്ണുകാണൽ ചടങ്ങ് വെക്കാനായിട്ട് അവർക്കും താല്പര്യമാണെന്ന് പറയണം. ഇത് കേട്ടപ്പം ഇതിൽ പരം ഒരു സന്തോഷം വേറെ ഇല്ല. കാരണം തനിക്ക് കിട്ടാൻ പോകുന്ന അടുത്ത സൗഭാഗ്യമാണ്. ഇനിയിപ്പോൾ സരുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനിയിപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും അവിടെ നിന്ന് ഇറങ്ങാം. ഇനിയിപ്പം വരുന്ന ഒരു വർഷം തനിക്ക് വന്ദനയോടൊപ്പം നല്ല സുഖമായിട്ട് ജീവിക്കാം. ആരും തന്നെ ഒന്നും പറയാനൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ഇവൾക്ക് സംസാരശേഷിയും കൂടി ഇല്ലാത്തതുകൊണ്ട് ആ കാര്യത്തിൽ തനിക്കൊരു ടെൻഷനും വേണ്ട. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടി തൻ്റെ വലയിൽ കുരുങ്ങുന്നത് എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ മെസ്സേജ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും വന്ദന നേരെ കല്യാണീനെയും ജുബാനെ എല്ലാവരെയും വിളിക്കുകയാണ്. അങ്ങനെ വിളിച്ച് മെസ്സേജും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു. ആ സമയം കല്യാണം പറഞ്ഞൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ അവനോട് ഇങ്ങോട്ട് വരാൻ പറ, ഒരു പെണ്ണുകാഴ ചടങ്ങ് തന്നെ നടത്തിയേക്കാന്ന് പറയാണ്. അതിൻ്റെ വേണ്ടുന്ന സെറ്റിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ വന്ദന പറഞ്ഞു, അത് ശരിയാ, എൻ്റെ അച്ഛനും അമ്മയൊക്കെ എല്ലാത്തിനും തയ്യാറാ. കാരണം നിഷ എന്നെ ചതിച്ചല്ലേ അവന് വെറുതെ വിട്ടുകൂടുന്ന എൻ്റെ അമ്മ പറയണമെന്ന് പറയാം. എന്ത് നാടകത്തിനും അവര് തയ്യാറാവുമെന്ന് പറയാം. എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ലെന്ന് പറയാണ്. ധൈര്യമായിട്ട് വിളിച്ചോ, അവനിങ്ങോട്ടേക്ക് വരട്ടെ എന്ന് പറയാണ്. അങ്ങനെ മനോഹറിന് മെസ്സേജ് അയച്ചു, നാളെ വീട്ടിലേക്ക് പോരെ, ഞങ്ങളെല്ലാം കാത്തിരിക്കും, അച്ഛനൊക്കെ കാണാൻ കാത്തിരിക്കുവാന്ന് പറയാണ്. മനോഹർ ഓർത്തു, രക്ഷപ്പെട്ടു, ഇന്നൊരു ദിവസം കഴിഞ്ഞാൽ നാളെ തൊട്ട് തന്നെ ശുക്രദശ ഉദിച്ചു. അങ്ങനെ മെസ്സേജ് ആക്കി അയച്ചിട്ട് മുറിയിലേക്ക് എന്ന് ചെയ്യുമ്പോഴത്തേനും സരി വെച്ചു, അല്ല മനുവേട്ടൻ്റെ എവിടെയായിരുന്നു, കുറേ സമയം ഞാൻ നോക്കിയിട്ട് കണ്ടില്ലോ എന്ന് പറയണം. ഓ അതോ, ഇവിടെ ഭയങ്കര ചൂടല്ലേ മോളൂ, അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇറങ്ങിയതാ, അതിന് AC ഉണ്ടല്ലോ, എന്നാലും എനിക്കെന്തോ അത്ര അങ്ങോട്ട് പിടിച്ചില്ല എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ പുറത്തു വരെ പോയതെന്ന് പറയാം. ഇതേ മനുവേട്ടൻ അറിയാലോ, അല്ലെങ്കിൽ തന്നെ ഇവിടെ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. അച്ഛനും അമ്മയ്ക്കും സമ്മതം ഏറ്റിയ പോലെ ഇരിക്കുന്നത്. ഇവിടെ നിന്നിട്ട് തന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് പോകണമെന്ന് പറയാം. മോളു നീ ധൈര്യമായിട്ടിരിക്കുക, കൂടിപ്പോയ 1-2 മാസം അതിനുള്ളിൽ തന്നെ നമ്മൾ ഇവിടുന്ന് കടക്കൂന്ന് പറയണം. പിന്നെ മോളും എന്തിനാ വിഷമിക്കേണ്ട ഒരു കാര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ്. ഈ സമയത്ത് സരി പറഞ്ഞു, എനിക്കറിയാം മനുവേട്ടാ, പക്ഷേങ്കിൽ ചില സമയത്ത് അച്ഛൻ്റെ അമ്മയുടെ പ്രവൃത്തി കണ്ടിട്ട് എനിക്ക് പോലും സഹിക്കുന്നില്ല. ഇനി മനുവേട്ടനെ അങ്ങനെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ, മനുവേട്ടൻ പോയതിന് ശേഷം ഞാൻ പച്ചവെള്ളം പോലും കുടിച്ചിട്ടില്ല. മനുവേട്ടൻ ഒരു നിമിഷം കാണാതിരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് മനുവേട്ടനൊരു കാര്യം ചെയ്യണം. ഇനി അച്ഛൻ എന്ത് പറഞ്ഞാലും മനുവേട്ടൻ അത് മൈൻഡാക്കേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ടാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ പറഞ്ഞു, സാരമില്ല മോളൂ, ഞാൻ ഇനി എന്താണെങ്കിലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് പോകത്തില്ല. പോയാൽ തന്നെ എൻ്റെ മോളിനും കൂട്ടിക്കൊണ്ടായിരിക്കും പോണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവളെ സോപ്പിടുവാണ്. പിന്നീട് പിറ്റേ ദിവസം ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു മനോഹർ. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും വരുണ മെസ്സേജ് അയക്കുവാണ്. സ്ഥലവും കാര്യങ്ങളൊക്കെ മെസ്സേജ് അയച്ചു. അങ്ങനെ ലൊക്കേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും മനോഹർ അങ്ങോട്ടേക്ക് പുറപ്പെടുക. ഈ സമയത്ത് അകത്ത് വരുണിനെ വന്ദനയാക്കി ഒരുക്കുന്നത് ജുബാനേയും നിതയും അവരെല്ലാവരും കൂടെ ചേർന്നിട്ടാണ്. അങ്ങനെ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് അങ്ങനെ ഒരുക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിഷ പറഞ്ഞു, ഇപ്പം കണ്ടുകൊണ്ട് ശരിക്കും വന്ദനയാന്ന് തന്നെ പറയുള്ളൂ. എന്തൊരു ഭംഗിയാ ഇതേ, ഏതാണെന്ന് നോക്കി പോന്ന് പറയണേ. ഇത് കേട്ടപ്പോൾ വരുൺ പറഞ്ഞു, അതെ അത്രയ്ക്കൊന്നും ഇല്ലാന്ന് പറയണം. സത്യ വരണേട്ടാ ഞാൻ പറഞ്ഞതെന്ന് നിഷ പറയാണ്. അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പുറത്ത് മനോഹറിന്റെ കാറ് വന്നില്ലേ, അവൻ വന്നെന്നാ തോന്നുന്നത്, കല്യാണ വീരൻ വന്നെന്നാ തോന്നിയെന്ന് നിഷ പറയാണ്. വന്ന് നോക്കിക്കഴിയുമ്പോൾ ശരിയാ, അവനിങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്, വരട്ടെ എന്ന് കരുതിയിരുന്നു. പിന്നീട് വരുണിന്റെ അച്ഛനും അമ്മയും പോയി സ്വീകരിക്കുകയാണ്. എന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ എൻ്റെ പേര് ജീവൻ എന്നൊക്കെ പറയണം, ബാമോനെ ഇരിക്കെന്നൊക്കെ പറയണം. അങ്ങനെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു. മനോഹർ നല്ല രീതിയിൽ തന്നെ തട്ടിവിടുന്നുണ്ട്. എനിക്ക് വലിയ ബിസിനസ്സും കാര്യങ്ങളോ അച്ഛനും അമ്മയും ഇല്ല, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റ മോനായതുകൊണ്ട് പിന്നെ എനിക്ക് വന്ദനയെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അവൾക്ക് സംസാരശേഷി ഇല്ലാത്തൊന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. എനിക്ക് അങ്ങനെയുള്ള പെൺകുട്ടിനെ കിട്ടണമെന്ന് തന്നെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. സ്വത്തോ പണോ ഒന്നും എനിക്ക് വേണ്ടാന്ന് പറയാം. എനിക്ക് പെൺകുട്ടിനെ മാത്രം മതി എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഇതെല്ലാം വിശ്വസിച്ചെന്നുള്ള രീതിയിൽ വരുണിന്റെ അച്ഛനും അമ്മ ഭയങ്കരമായിട്ട്
മനോഹരനെ പൊടുത്തി സംസാരിക്കുന്നുണ്ട്. മോനെപ്പോലെ ഒരു പയ്യനെ കിട്ടാൻ വേണ്ടി ഞങ്ങളും ആഗ്രഹിച്ചേ. വന്നവരൊക്കെ സ്വത്തും പണവും മോഹിച്ച് ഞാൻ ഇത്രയും കാലം കുവൈറ്റിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ വെറുതെ ആർക്കും കൊണ്ട് ചുമ്മാ തിന്നാൻ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്റെ മോളെ പൊന്നുപോലെ നോക്കുന്ന ഒരുത്തിന് വേണ്ടേ കൈ പിടിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറയാണ്. മനോഹർ എന്ന് മനസ്സിലായി. ഓ, തന്റെ ഈ പൊട്ടബുദ്ധിയിൽ ഇവർ വീണ് കഴിഞ്ഞു, ഇവർക്ക് ഇത്രയ്ക്ക് മണ്ടന്മാരാണോ എന്നൊരു ചിന്തയൊക്കെ മനോഹറിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ സമയം വരുണ്ട തലയിൽ മുല്ലപ്പൂവൊക്കെ ചൂടിച്ചു കൊടുക്കുമായിരുന്നു കല്യാണി. അങ്ങനെ ചൂടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നല്ല സുന്ദരി കുട്ടിയായിട്ടും കൂടി ചെല്ലാൻ പറയാണ്. നല്ല നാളത്തോടെ കളവൊക്കെ വരച്ച് ചായയായിട്ടും കൂടി ചെല്ലാൻ പറയാണ്. പിന്നീട് വരുൺ വന്ദനയായിട്ട് ഒരുങ്ങി അങ്ങോട്ടേക്ക് വരിക. അങ്ങനെ ചായയൊക്കെ എടുത്തു. ചായയൊക്കെ കയ്യിലെടുത്ത് വരുണിന്റെ അമ്മ കൊടുക്കുകയാണ്. അങ്ങനെ അതൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. മനോഹർ പാളിയൊന്ന് നോക്കി, ഒന്നുകൂടെ നല്ല സുന്ദരിയായിട്ടുണ്ട്. ഇന്ന് തന്നെ അണിഞ്ഞിരിക്കുന്ന നല്ല വില കൂടിയ സ്വർണ്ണാഭരണങ്ങളൊക്കെയാണ്. കൊള്ളാം. കല്യാണം കഴിഞ്ഞിട്ട് തനിക്ക് ഇതൊക്കെ അടിച്ചു മാറ്റാനുള്ളതല്ലേ? ഇതെല്ലാം വിറ്റിട്ട് താൻ ഇവിടുന്ന് സ്ഥലം കിടക്കും, അടുത്ത മേച്ചിലപ്പുറം തേടി എന്നൊക്കെ കരുതുവാണ്. അങ്ങനെ സംസാരിച്ച് ഇരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് മനോഹർ അവിടുന്ന് പോകുന്നത്. ഈ സമയത്ത് അവരോട് ഇനി അധികം വൈകാതെ തന്നെ കല്യാണം നടത്താമെന്ന് പറയണം. കാരണം കല്യാണത്തിന് അന്ന് മാത്രം അറിയാൻ പാടുള്ളൂ, ഇപ്പോഴും ഒരു കാരണവശാലും അറിയാൻ പാടില്ല എന്ന് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അറിഞ്ഞാലല്ലേ കുറച്ചുകൂടി ഇവനിട്ടൊന്ന് വട്ടം കറക്കാൻ പറ്റത്തുള്ളൂ. അതുവരെ ഇവൻ കുറച്ചിങ്ങനെ പുറകെ നടക്കട്ടെ എന്നൊരു ചിന്തയായിരുന്നു വരേണ്ട മനസ്സിൽ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും കല്യാണിയും അവരെല്ലാവരും കൂടെ ചേർന്ന് ചില തീരുമാനങ്ങളും കൂടെ എടുക്കുന്നുണ്ട്. എങ്ങനെ പണി കൊടുക്കാം, ഇനി മനോഹരനെ എങ്ങനെ വട്ടാക്കുന്ന രീതിയിൽ. അവസാനം ഒരു പെണ്ണിൻ്റെയും പുറകെ പോവരുത്, അതിന് വേണ്ട കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൂട്ടാൻ എന്ന് കരുതുകയാണ്. പിന്നീട് കിരൺ കമ്പനിയിലേക്ക് പോവാണ്. ഈ സമയത്താണ് കിരൺ ആ കാഴ്ച കണ്ടത്. വഴി വെച്ച് മൂന്നാർ മുരുകനെ ഒരാളും കൂടെ അയാളെങ്ങി അങ്ങോട്ടേക്ക് വന്ന് ഗംഗാപ്രസാദ് തല്ലുന്ന കാഴ്ചയാണ് കണ്ടത്. അപ്പം ഗംഗാപ്രസാദിനെ അപ്പോഴാണ് കാണിക്കുന്നത്. പെട്ടെന്ന് കിരണിന് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. കിരൺ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും രണ്ട് ചെറുപ്പക്കാരനെ ഒരുത്തം വന്ന് ഭയങ്കരമായിട്ട് തല്ലുന്നു. അത് പക്ഷേ മുരുകനാന്നുള്ള കാര്യമോ തന്നെ കൊല്ലം പ്രകാശനും രാഹുലും അയച്ച ആളൊന്നും അറിയത്തില്ല. ഇത് കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കിരൺ എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് പാഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്യുവാണ്, ഈ പറയുന്ന ഗംഗാപ്രസാദിനെ മൂക്കിടിച്ച് പരത്തുവാണ്. അപ്പോഴേക്കും മറ്റവന്മാരും കൂടെ വന്നു, അവനെ പിടിച്ചിട്ടിടിക്കുന്നുണ്ട്. പക്ഷെ അവസാനമാണ് ഈ മുരുകന് അവന്റെ മുഖം ശ്രദ്ധിക്കുന്നത്, കിരണിന്റെ മുഖം ശ്രദ്ധിക്കുന്നത്. താൻ കൊല്ലാൻ വന്ന ആളാണ് തന്റെ ജീവൻ രക്ഷിച്ചതെന്നുള്ള സത്യം അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഈ മുരുകൻ അറിയുന്നത്. രാഹുലിൽ തനിക്ക് തന്ന ഫോട്ടോയ്ക്കകത്തെ മുഖവും ഇത് ഒന്നാണല്ലെന്നുള്ള കാര്യം. പക്ഷേ എങ്കിൽ പിന്നീട് മുരുകനൊന്നും ചെയ്യാണ്ട് സാധിച്ചില്ല. മുരുകനും മനസ്സിലായി തൻ്റെ ജീവൻ രക്ഷിച്ച ആളാ, അപ്പോൾ അവനെ അങ്ങനെ തീർക്കാൻ പറ്റുമോ? അങ്ങനെ അവസാനം മുരുകൻ അവിടുന്ന് പിന്തിരിഞ്ഞ് പോവാണ്. അവനെ ഒന്നും ചെയ്യാതെ, കിരണിനെ ഒന്നും ചെയ്യാതെ പിന്തിരിഞ്ഞ് പോവാണ്. അങ്ങനെ ഗംഗാപ്രസാദ് അങ്ങോട്ടേക്ക് വരുവാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ഇനിയിപ്പോൾ അറിയാം, ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളത്. മുരുകൻ ഇനിയിപ്പം കിരണിനോടൊപ്പം ഒന്ന് പ്രവർത്തിക്കോ, കിരണിന്റെ ഫ്രണ്ട് ആകുമോ എന്നറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ ഗംഗാപ്രസാദിന്റെ വരവ് വെറുതെ ആയിരിക്കില്ല. ഗംഗാപ്രസാദ് മിക്കവാറും രാഹുലിന്റെ പ്രകാശിന്റെ ഒപ്പം കൂടാൻ ചാൻസ് ഉണ്ട്, കാർത്തികനെയൊക്കെ ഇല്ലാതാക്കാനായിട്ട്. അപ്പം അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.